الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب هب لي حكما وألحقني بالصالحين അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തെ നമ്മൾ അനുസ്മരിച്ചു വരികയാണ്. ആ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭാഗം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനകളാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരനായി തീരുമ്പോഴും ഒരു വേള അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന് അള്ളാഹു തന്നെ വിശേഷിപ്പിക്കുമ്പോഴും മാലോകർക്ക് മുഴുവൻ ഇമാമായി അള്ളാഹു തിരഞ്ഞെടുക്കപ്പെടുമ്പോഴും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ അദ്ദേഹം ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. വ ഇമാദുദ്ദീൻ, മതത്തിൻ്റെ നെടുന്തൂണാണ് പ്രാർത്ഥന. വ നൂറുസ് സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ പ്രകാശമാണ് പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥന ശ്രദ്ധേയമാണ്. അതിൽ ശ്രദ്ധേയമായിട്ടുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയിട്ടുള്ള പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. സമകാലിക ലോകത്ത് ആ പ്രാർത്ഥനകൾക്ക് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ളതാണെങ്കിലും എന്നും പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യരുടെ ജീവിതം നാഗരികമായും ധാർമ്മികമായും ഏതെല്ലാം തലങ്ങളിലൂടെ മുന്നോട്ട് പ്രയാണം നടത്തുമ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയിട്ടുള്ള ധാരാളം പ്രാർത്ഥനകൾ ഖുർആനിൽ 19 സ്ഥലങ്ങളിലായി വ്യത്യസ്തങ്ങളായ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിലേറ്റവും ചെറിയ ഒരു പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ചത്. ഖുർആനിലെ 26-ാമത്തെ അധ്യായം സൂറ ശുഅറായിലെ 83-ാമത്തെ വചനം, റബ്ബി ഹബ്ലി ഹുക്മൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബി ഹബ്ലി ഹുക്മൻ, എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ വിജ്ഞാനം പ്രദാനം ചെയ്യണമേ. വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, സച്ചരിതരായ ആളുകളുടെ കൂടെ നീ എന്നെയും ചേർക്കണമേ. ലളിതമായ 2 ആശയങ്ങളാണ് വലിയൊരു ആശയ ലോകം തന്നെ പ്രദാനം ചെയ്യുന്നത്. 2 കാര്യമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്. ഒന്ന് ഹുക്മാണ്, മറ്റൊന്ന് സജ്ജനങ്ങളോടൊപ്പം ചേർക്കലാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു അബ്ബാസ് രേഖപ്പെടുത്തി, ഹുക്കുമിന വഹുവൽ ഇൽം, അറിവ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹുക്കുമ അൽ ഹിക്മത്ത് എന്ന് പറയുന്നത് തത്വജ്ഞാനമാണ്. പടച്ചവനിൽ നിന്ന് പ്രദാനം ചെയ്യപ്പെടേണ്ടുന്ന വിജ്ഞാനത്തെയാണ്, ശരിയായ അറിവിനെയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്.
പാരമ്പര്യമോ കീഴ്വഴക്കമോ അതല്ലെങ്കിൽ തറവാടിത്തമോ അതല്ലെങ്കിൽ സമ്പന്നതയോ ഒന്നുമല്ല മനുഷ്യരെ നയിക്കാൻ യോഗ്യമായിട്ടുള്ളത് അറിവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അറിവിനെ ഇത്രത്തോളം പ്രോത്സാഹിപ്പിച്ചൊരു മതം ഇസ്ലാമിനെ പോലെ മറ്റേതെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ബദർ യുദ്ധവേളയിൽ ബന്ദികളായി പിടിക്കപ്പെടുന്ന ശത്രുക്കളുടെ കാര്യത്തിൽ പ്രവാചകൻ അവർക്ക് മോചനദ്രവ്യമായി ആവശ്യപ്പെടുന്നത് അവരുടെ പക്കൽ പണമില്ല എന്ന് മനസ്സിലായ പ്രവാചകൻ തങ്ങളുടെ കൂട്ടത്തിൽ നിരക്ഷരരായ ആളുകളെ എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നതാണ് മോചനപത്രത്തിനായി അല്ലെങ്കിൽ മോചനദ്രവ്യമായി പ്രവാചകൻ ആവശ്യപ്പെടുന്നത്. ഇസ്ലാമിൻ്റെ വിജ്ഞാനത്തോടുള്ള ത്വരയുടെ ഒരു ഭാഗമാണ്. ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറ ത്വാഹയിലെ 114-ാമത്തെ വചനത്തിൽ പ്രവാചകനോട് അള്ളാഹു പറയുക, റബ്ബി സിദ്ദിനി ഇൽമ, നീ പ്രാർത്ഥിക്കുക രക്ഷിതാവിനോട് എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമെന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയായി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് പ്രവാചകൻ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി, അള്ളാഹുവേ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് പ്രയോജനകരമാക്കി തീർക്കണമേ. വ അല്ലിംനി, എന്നെ നീ പഠിപ്പിക്കണമേ. മാ യൻഫഅനി, എനിക്ക് ഉപകാരമുള്ളത് എനിക്ക് നീ പഠിപ്പിച്ചു തരണമേ. വ സിദ്നി ഇൽമൻ, എൻ്റെ അറിവിനെ നീ വർദ്ധിപ്പിച്ചു തരണമേ. വൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏത് സന്ദർഭത്തിലും ഏത് അവസ്ഥയിലും അള്ളാഹുവെ നിനക്കാകുന്നു സർവസ്തുതിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് പറഞ്ഞത്. അപ്പോൾ അറിവുകൾ വികസിച്ചു വരുമ്പോൾ, അറിവുകൾ വ്യാപിച്ചു വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അറിവുകളെ കൊണ്ടുള്ള തിരിച്ചറിവുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് പ്രവാചകൻ അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി, അള്ളാഹുവേ പഠിച്ച കാര്യങ്ങൾ എനിക്ക് നീ പ്രയോജനകരമാക്കണമേ എന്നുള്ളത്. അറിവുകൾ കേവലം ഒരു ഇൻഫർമേഷനായി മാത്രം നിലനിൽക്കാതെ ജീവിതത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള സംഗതികളായി അത് പരിണമിക്കണമെന്നതാണ് പ്രവാചകൻ്റെ ആഗ്രഹം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥനയിൽ ചെറിയ വാചകമായി അദ്ദേഹം പറയുന്നത് റബ്ബി ഹബ്ലി ഹുക്കുമൻ, അള്ളാഹുവേ എനിക്ക് നീ വിജ്ഞാനം പ്രദാനം ചെയ്യണമെന്നുള്ളതാണ്. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറ സുമറിലെ 9-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകുമോ? അള്ളാഹു ചോദിക്കുകയാണ്. അപ്പോൾ അറിവുള്ള മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനവും പദവിയും അള്ളാഹു പ്രദാനം ചെയ്യുന്നുണ്ട്. വിജ്ഞാനമെല്ലാം അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ്. എല്ലാ അറിവുകൾക്കും മീതെ, അറിവുള്ളവർക്കും മീതെ അള്ളാഹു ഉണ്ട് എന്നൊരു കൃത്യമായ ബോധം ഖുർആനിലെ ഈ 12-ാമത്തെ അധ്യായം സൂറ യൂസുഫിലെ 76-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഫൗക കുല്ലദി ഇൽമിൻ അലീം, എല്ലാ അറിവുകളുടെയും മീതെയായി അറിവുള്ളവനായ, എല്ലാം അറിയുന്ന അള്ളാഹു ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാ അറിവുകളും അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ്. ആ അറിവുകളെ കലവറയില്ലാതെ തേടേണ്ടവനാണ് ഒരു വിശ്വാസി. എവിടെയെങ്കിലും തൻ്റെ നഷ്ടപ്പെട്ടു പോയ മുതലുകൾ തിരയുന്നത് പോലെ അറിവുകൾ തേടിപ്പഠിക്കേണ്ടവനാണ് വിശ്വാസി എന്നുള്ളത് പ്രവാചക അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നമ്മൾ തുടങ്ങുകയാണ്. എന്താണ് അറിവിനെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ അറിവ് കരസ്ഥമാക്കാൻ വിടുമ്പോഴുള്ള എൻ്റെയും നിങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണ്? അത് വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ്. വിസ്മരിച്ചുകൂടാ എന്നതാണ്. എൻ്റെ മകളെ ഞാൻ പഠിപ്പിക്കാൻ വിടുമ്പോൾ അതിലൂടെ 2 പുത്തൻ എനിക്ക് ഉണ്ടാക്കണം, ഒരു വലിയ സ്റ്റാറ്റസ് ഉണ്ടാക്കണം, ഒരു സമ്പന്നനായി ഞാൻ മാറണം എന്നതാണോ ലക്ഷ്യം? ഇസ്ലാം ഒരിക്കലും അറിവിനെ ആ തലത്തിൽ പരിചയപ്പെടുത്തുന്നില്ല എന്നതാണ്. അറിവിലൂടെ ക്യാഷ് ഉണ്ടാക്കാനുള്ള മാർഗമായി, അറിവൊരു പക്ഷേ ക്യാഷ് ഉണ്ടാക്കാൻ ഉപകരിച്ചേക്കാം, പക്ഷെ അതൊരു ലക്ഷ്യമായി വരാൻ പാടില്ല എന്നതാണ്. രണ്ടും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലക്ഷ്യമായി പണസമ്പാദനം വരാൻ പാടില്ല എന്നതാണ്. ലക്ഷ്യം പണസമ്പാദനമായി വരുമ്പോൾ
അതിനകത്തുള്ള എല്ലാ കുറുക്കു വഴികളും നമ്മുടെ മക്കൾ അന്വേഷിക്കുമെന്നുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ ദുരന്തം അതാണ്. പഠനങ്ങളുടെയൊക്കെയും സംഗതി ജോബ് ഓറിയൻറ്റഡ് ആണ്. ജോലി ഉണ്ടാക്കണം. എന്തിന് ജോലി? പണമുണ്ടാക്കാനുള്ളത്. അപ്പോൾ എന്തിനാണ് അറിവ്? പണമുണ്ടാക്കാനുള്ള മാർഗം എന്ന രീതിയിലേക്ക് അധപ്പതിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഇൽമിന്, അറിവിന് രണ്ട് തലത്തിലേക്ക് ഇസ്ലാം നയിക്കുകയാണ്. അൽ ഇൽമു അത്തഅലീം, അറിവിലൂടെ പരിശീലനം. ജീവിതത്തിൽ ഇതുവരെ അറിയാത്തൊരു കാര്യം അറിയുക, ആ അറിഞ്ഞതിനെ കൂടുതൽ പരിശീലിക്കുക. അതാണ് അറിവിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. എഴുത്തും വായനയും അങ്ങനെ മറ്റു പല കാര്യങ്ങളും അറിവിൻ്റെ ആ ഒരു തലമാണ്. എന്നാൽ അറിവിലൂടെ കരസ്ഥമാക്കേണ്ട രണ്ടാമത്തെ തലം അൽ ഇൽമു അത്തർബിയ, അറിവിലൂടെ നമുക്ക് വളർച്ച ഉണ്ടാകണമെന്നതാണ്. നമ്മുടെ മാംസപേശികൾ വളരുന്നത് പോലെ നമ്മുടെ മാനസികമായ തലങ്ങളും സാംസ്കാരികമായ തലങ്ങളും സാമൂഹികപരമായ നമ്മുടെ ഇടപെടലുകളും അവിടെയുള്ള ബന്ധങ്ങളുമൊക്കെയും വളരേണ്ടതുണ്ട്. എന്നാലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു അറിവിനെ നമ്മൾ എപ്പോഴെങ്കിലും വിഭാവനം ചെയ്യാറുണ്ടോ? അപ്പോൾ ആ അറിവിലൂടെ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ ഗുണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു അധ്യയന വർഷം നമ്മൾ തുടർന്നു പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥനയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു കാഴ്ചപ്പാടുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. സാന്ദർഭികമായി നമ്മൾ പറയുകയാണ്, ഞായറാഴ്ച നമ്മുടെ മദ്രസയുടെ പ്രവേശനോത്സവമാണ്. എത്ര പേര് താല്പര്യപൂർവ്വം നമ്മുടെ മക്കളെ ഏറ്റവും അടിസ്ഥാനപരമായി ലഭിക്കേണ്ട വിജ്ഞാനം ഇതാണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ആരും ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കാറില്ലല്ലോ. അങ്ങനെയുള്ള വിഡ്ഢികളല്ല നമ്മൾ. നമുക്ക് പറ്റിയ ചെരുപ്പുകളാണ് നമ്മൾ അണിയൽ. സ്കൂളിൻ്റെ സമയത്തിന് പറ്റുന്നതല്ല മദ്രസയുടെ സമയമെന്ന് മനസ്സിലാക്കി മദ്രസ ഒഴിവാക്കി സ്കൂളിലേക്ക് പോകുന്ന വിരോധാഭാസം, അത് ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കലാണ്. എപ്പോഴാണ് ദുരന്തം മനസ്സിലാക്കുക എന്ന് വച്ചാൽ, നിങ്ങളും ഞാനുമൊക്കെ എവിടെയെങ്കിലും കിടപ്പിലായി കഴിയുമ്പോൾ ഈ മക്കളിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം കിട്ടണമെന്ന് വിചാരിച്ചാൽ, അവരൊന്ന് പരിചരിക്കാൻ ഒരു രാത്രി എൻ്റെ ഒപ്പം കൂട്ടിലിരിക്കാൻ ആശുപത്രിയിൽ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മദ്രസയുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാതെ പോയി എങ്കിൽ നമ്മൾ വിഡ്ഢികളായി പോയി എന്നതാണ് അതിൻ്റെ ഏറ്റവും കൃത്യമായ അർത്ഥമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്തെ കൂടുതലായി കാര്യമായി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഖുർആനിലെ 35 അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 28 വചനം, ഇന്നമാ യഖ്ഷല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ മിൻ ഇബാദിഹിൽ ഉലമാ, നിങ്ങളുടെ കൂട്ടത്തിൽ അറിവുള്ള മനുഷ്യരാണ് പടച്ചവനെ ഏറ്റവും കൂടുതലായി ഭയപ്പെടുന്നവർ. ആ അറിവാണ് ധാർമ്മിക വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭൗതിക പഠനത്തിന് തടസ്സമല്ല, പ്രോത്സാഹനമാണ് എന്ന തിരിച്ചറിവോടുകൂടി രണ്ടിനെയും സമ്യക്കായി ചേർത്ത് പിടിച്ചുകൊണ്ട് സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളൊരു ഉദാഹരണം, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നതാണ് വെള്ളമെന്ന് നമുക്കറിയാം. അതാണ് വെള്ളത്തിൻ്റെ രാസഘടന എന്ന് നമുക്കറിയാം. അതതിൻ്റെ ഇൻഫർമേഷൻ തലമാണ്. എന്നാൽ ഇതേ വെള്ളം ദാഹിക്കുന്നൊരു മനുഷ്യന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവജാലങ്ങൾക്ക് കൊടുക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യമാണ് ധാർമ്മികമായ അതിൻ്റെ പ്രായോഗിക തലം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പൂർവികനായ ഒരു മനുഷ്യൻ്റെ കഥയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ദാഹിച്ചു വലഞ്ഞ നായയ്ക്ക് കിണറിലിറങ്ങി അദ്ദേഹത്തിൻ്റെ ഷൂവിൽ വെള്ളം ശേഖരിച്ച് ആ നായക്ക് കൊടുക്കുക വഴിയായി അള്ളാഹു അയാൾക്ക് സ്വർഗം കൊടുത്തു എന്ന് പറയുന്നത് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്നാലോചിച്ച് നോക്കൂ, വെള്ളം എന്താണ് എന്നും വെള്ളം എങ്ങനെ ലഭിക്കുന്നുവെന്നും വെള്ളം എങ്ങനെ പ്യൂരിഫൈ ചെയ്യാമെന്നുമൊക്കെ പഠിപ്പിക്കുന്ന മക്കൾക്ക് അതിൻ്റെ ധാർമ്മിക പാഠം പഠിപ്പിച്ചു കൊടുക്കുമ്പോഴല്ലേ അത് ഗുണമുണ്ടാവുക. ആ ഒരു പഠനത്തെ നമ്മൾ വിസ്മരിക്കുന്നുവെങ്കിൽ അതിനെന്താണ് വിളിക്കേണ്ടത്? നമ്മൾ ആലോചിച്ച് നോക്കുക. മാതാപിതാക്കൾ ഇണചേർന്നതിലൂടെയാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നു എന്നത് അതിൻ്റെ ബയോളജിക്കലായിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കുന്നുണ്ട്. എന്നാൽ ഇതേ മാതാപിതാക്കളുടെ
തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ളത്. റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ വസുഹ്തുല്ലാഹി ഫീ സുഹ്തിൽ വാലിദൈൻ. ഇത് ധാർമ്മിക പഠനമാണ്. പക്ഷേ ആ തലത്തിലേക്ക് നമ്മൾ എത്തി നോക്കുന്നില്ല എങ്കിൽ നമ്മളെക്കാൾ വിഡ്ഢികളായ ആളുകൾ, അറിവില്ലാത്തവർ ലോകത്ത് ആരായിരിക്കും? അത്തരമൊരു വലിയ കാഴ്ചപ്പാടുള്ള ഒരു മതത്തിൻ്റെ അനുയായികൾ എന്ന നിലയിൽ റബ്ബി ഹബലി ഹുക്മൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുമ്പോൾ സമകാലിക ലോകത്ത് അറിവുകളോട് നമ്മൾ തീർത്തിരിക്കുന്ന തെറ്റായ കാഴ്ചപ്പാടുകളെ കൃത്യമായ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 269-ാമത്തെ വചനം, അവിടെ അറിവിനെ സംബന്ധിച്ച് അള്ളാഹു കൃത്യമായി പറയാം, യുഹത്തിൽ ഹിക്മത്ത മൻ യശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് യഥാർത്ഥമായ ജ്ഞാനം നൽകുക. വമൻ യുഹത്തൽ ഹിക്മത്ത, ആർക്കാണോ അപ്രകാരം യഥാർത്ഥമായ ജ്ഞാനം അള്ളാഹു നൽകിയത്, ഫഖദ് ഊത്തിയ ഖൈറൻ കസീറ, അതിലൂടെ അത്യധികം നേട്ടമാണ് ആ മനുഷ്യന് അള്ളാഹു പ്രദാനം ചെയ്യുക. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ മാത്രമാണ് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഖുർആൻ അത് പറഞ്ഞുകൊണ്ടാണ് ആ വചനം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അറിവിനോടുള്ള നമ്മുടെ സമീപനം ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയുടെ ചുവട് പിടിച്ചുകൊണ്ട് നമുക്ക് ആലോചിക്കാനും ആവശ്യമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കാനും സാധിക്കേണ്ടതുണ്ട്. 2-ാമത് ആ പ്രാർത്ഥനയിൽ പറയുന്നത് വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, സച്ചരിതരോടൊപ്പം എന്നെ നീ ചേർക്കണമേ എന്നുള്ളതാണ്. ജീവിതത്തെ യഥാർത്ഥ ലക്ഷ്യത്തിന് വിധേയരാക്കിയവരെയാണ് നമ്മൾ സച്ചരിതർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിവ് പലതരത്തിലുമുണ്ട്. ഭൗതികമായ ജ്ഞാനവും അതേപോലെ തന്നെ ധാർമ്മികമായ ആത്മീയമായ ജ്ഞാനവും. ഒരു മനുഷ്യന് എത്ര കണ്ട് അറിവുണ്ടാകുമ്പോഴും അവന് നിർബന്ധമായും ഉണ്ടാകണമെന്ന് മതം ആഗ്രഹിക്കുന്ന അറിവുകൾ അന്യൂനമായ വിശ്വാസമാണ്. വിശ്വാസം പൊളിഞ്ഞു പോയാൽ മറ്റെന്ത് അറിവുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം വളരെ കൃത്യമാക്കേണ്ടതുണ്ട്. അതേപോലെ സൽക്കർമ്മങ്ങളോടുള്ള നിങ്ങളുടെ താല്പര്യം, ആ സൽക്കർമ്മങ്ങളോടുള്ള താല്പര്യമുള്ളവരാക്കി അറിവുകൾ നിങ്ങളെ പരിണമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സത്യസന്ധതയുള്ളവരായി ജീവിതത്തിൽ സത്യസന്ധത മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ജീവിതക്രമം നിങ്ങൾക്ക് പ്രദാനം ചെയ്യേണ്ടതുണ്ട്. അതേപോലെ നിങ്ങളുടെ സ്വഭാവവും ഏറ്റവും മാന്യമായിരിക്കണം. ഇതൊക്കെയും മനുഷ്യന് ഓരോരുത്തർക്കും കണിശമായി മതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വിജ്ഞാനമാണ്. അതിലൂടെയാണ് ഒരാളെ സച്ചരിതരുടേതായ ഗണത്തിലേക്ക് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. ആ ഭാഗം നമ്മൾ വിസ്മരിച്ചു കളഞ്ഞാൽ, അതിന് കാര്യമായ പരിപോഷണം നമ്മൾ നൽകാതിരുന്നാൽ നമുക്കൊരു മാതൃകയുള്ള വ്യക്തിത്വങ്ങൾ ലോകത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് കൃത്യമായ ആ ഭാഗത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറ നിസായിലെ 69-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാം, വമൻ യുത്തിഇല്ലാഹ വറസൂല, ആരാണോ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്നത്, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, തീർച്ചയായും അവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടേതായ കൂട്ടത്തിലായിരിക്കും. മിനൻ നബിയ്യീൻ, ഒന്നാമതായി അള്ളാഹു എണ്ണിയത് പ്രവാചകന്മാരാണ്. വസ്സിദ്ദീഖീൻ, അതേപോലെ തന്നെ സത്യസന്ധരായ ആളുകളാണ്. വശുഹദാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകളാണ്. വസ്സാലിഹീൻ, സൽക്കർമ്മകാരികളായ ആളുകളാണ്. വഹസുന ഉലൈക റഫീഖ, ആ പറഞ്ഞ ഗണത്തിലുള്ള ആളുകളൊക്കെ എത്ര നല്ല കൂട്ടുകാരാണ്. അവരോടൊപ്പം ചേരണമെങ്കിൽ ജീവിതത്തെ നമ്മൾ സ്വഭാവ സംസ്കാര സംബന്ധമായ കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ, കൃത്യമായ ഉത്ബോധനങ്ങൾ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാഴ്ചകൾക്ക് ഏറെ പ്രാധാന്യമുള്ള കാലമാണ്. അതുകൊണ്ട് നമ്മളൊരു നേതാവിനെ സ്മരിക്കുന്നത് അയാളുടെ വിഗ്രഹത്തെ മുന്നിൽ പോയി വണങ്ങിക്കൊണ്ടോ അതിൻ്റെ മേലെ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടോ അതിനെ നോക്കിക്കൊണ്ടൊക്കെയാണ്. പക്ഷികൾക്കും പറവകൾക്കുമൊക്കെ കാഷ്ടിക്കാനുള്ള യഥേഷ്ട സ്ഥലങ്ങളായി അത്തരം പ്രതിമകൾ രൂപാന്തരപ്പെടുന്നുണ്ട്. ഇസ്ലാം ഒരിക്കലും അഭിലഷിക്കുന്ന ഒരു സംഗതിയല്ല അത്. ആരെയാണ് നമ്മൾ, എങ്ങനെയാണ് നേതാക്കന്മാരെ, സച്ചരിതരായ ആളുകളെ നമ്മൾ അനുധാവനം ചെയ്യുക?
അവരുടെ ജീവിത രീതികളെ അനുധാവനം ചെയ്തുകൊണ്ടാണ് നമ്മൾ അവരെ പിൻപറ്റേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മക്കയിൽ ഇസ്ലാമിക പ്രബോധനമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ബഹുദൈവ വിശ്വാസികളായ തൻ്റെ ആശയ പ്രതിയോഗികൾ അവർ പറഞ്ഞത്, ഞങ്ങൾ മില്ലത്ത് ഇബ്രാഹീമിലാണ്, ഇബ്രാഹീമിൻ്റെ മാതൃകയിലാണ് ഞങ്ങൾ, മാർഗത്തിലാണ് ഞങ്ങൾ കുടിക്കൊള്ളുന്നത്. ഇനി ഞങ്ങൾക്ക് എന്തിനാണ് മറ്റൊരു പ്രവാചകനെ അംഗീകരിക്കേണ്ടത് എന്നതാണ്. അതിന് ന്യായമായി അവർ പറഞ്ഞത് ഇബ്രാഹീമിൻ്റെ വിഗ്രഹത്തെ അവർ വണങ്ങുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ വിഗ്രഹത്തെ തച്ചുടച്ച് വലിച്ചെറിഞ്ഞതിന് ശേഷം ഇബ്രാഹീമിനോട് ഏറ്റവും അടുത്തവൻ താനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു വിഗ്രഹത്തെയോ അല്ലെങ്കിൽ ഫോട്ടോയെയോ ഒരു ഫ്ലക്സ് കെട്ടിക്കൊണ്ടോ അല്ല നമ്മൾ സച്ചരിതയോടുള്ള നമ്മുടെ കടമകൾ കൃത്യമായി പ്രതിഫലിപ്പിക്കേണ്ടത്. അവരുടെ മാർഗങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ടായിരിക്കണം. ഈസാ നബി അലൈഹി ഇസ്ലാമിയെയും അദ്ദേഹത്തിൻ്റെ മാതാവായ മറിയമിനെയും ആരാധിച്ചുകൊണ്ടും അവർക്ക് ആരാധനാലയങ്ങൾ തീർത്തുകൊണ്ടും അവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും മനുഷ്യരിൽ വലിയൊരു വിഭാഗം ആളുകൾ അവരോടുള്ള ആദരവുകൾ കാണിക്കുകയാണ്. എന്നാൽ ഈസാ നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന ജീവിത ദർശനം എന്താണോ ആ ദർശനത്തിലൂടെ നിങ്ങൾ ഈസയുടെ അനുയായികളാകണമെന്നതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അപ്പോൾ അൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് പറയുന്നത് ആശയങ്ങളെ, ആദർശങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ്. ഖുർആനിലെ 19-ാമത്തെ അധ്യായം സൂറ മറിയമിലെ 36-ാമത്തെ വചനം ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞതായി രേഖപ്പെടുത്തുകയാണ്. വ ഇന്നല്ലാഹ റബ്ബീ വ റബ്ബുക്കും, പടച്ചവൻ എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ്. ഫഅ്ബുദൂഹു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് ചൊവ്വായ മാർഗം. ഈ മാർഗത്തെയും ഈ ജീവിതക്രമത്തെയും വീക്ഷണത്തെയുമാണ് മുസ്ലിങ്ങൾ അനുധാവനം ചെയ്യുന്നത്. അതുവഴിയായി ഈസയുടെയും മൂസയുടെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെയും സച്ചരിതര മാർഗത്തിൽ ആവുക എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ കാലം പിന്നിടുമ്പോൾ സംഭവിക്കാനിരിക്കുന്ന അപജയത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘദർശനം നൽകിയിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കത് ഇങ്ങനെ വായിക്കാം. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മാമിൻ നബിയ്യിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തിൻ ഖബലി, എൻ്റെ മുമ്പ് ഒരു സമൂഹവും ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല. ഇല്ലാ കാന ലഹു ഫീ ഉമ്മത്തിഹി ഹവാരിയൂൻ, ആ നിയോഗിതരായ പ്രവാചകന്മാരുടെ സമൂഹത്തിലേക്ക് ഏറ്റവും അടുത്ത ചില അനുയായികളെ ഏർപ്പെടുത്താതെ ഒരു നബിയോ ഒരു സമൂഹമോ കഴിഞ്ഞു പോയിട്ടില്ല. വ അസ്ഹാബുൻ, ആ അനുയായികൾ യഖ്ദൂന ബി സുന്നത്തിഹി വ യഖ്തദൂന ബി അംരി, പ്രവാചകന്മാരുടെ സുന്നത്തുകളെ, അവരുടെ നടപടിക്രമങ്ങളെ കൃത്യമായി സ്വീകരിക്കുകയും അവരുടെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നവരായിരുന്നു. സുമ്മ ഇന്നഹ തഖ്ലുഫു മിൻ ബഅദിഹിം ഖുലൂഫുൻ, എന്നാൽ അതിനുശേഷം വന്ന പിന്നാലെ വന്ന സമൂഹം യഖൂലൂന മാലാ തഫ്അലൂൻ, യഖൂലൂൻ, അവർ പറയാൻ തുടങ്ങി മാലാ തഫ്അലൂൻ, പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ. വ യഫ്അലൂന മാ യുഅ്മറൂൻ, അവർ പ്രവർത്തിക്കാൻ തുടങ്ങി കൽപ്പിക്കാത്ത കാര്യങ്ങൾ. കൽപ്പിക്കാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പ്രവർത്തിക്കാത്തത് പറയുകയും ചെയ്യുന്ന തലതിരിഞ്ഞൊരു സമൂഹം പ്രവാചകന്മാരുടെ കാലശേഷം വരാനിരിക്കുന്നതായി പ്രവാചകൻ ദീർഘദർശനം നൽകുകയാണ്. ഫമൻ ജാഹദഹും ബിയദി, അപ്പോൾ ആരാണോ അവരോട് തൻ്റെ കൈകൾ കൊണ്ട് ജിഹാദ് ചെയ്യുന്നത്, ഫഹുവ മുഅ്മിൻ, അയാൾ വിശ്വാസിയായിരിക്കും. വമൻ ജാഹദഹു ബിലിസാനി, ആരാണോ അവരോട് നാവ് കൊണ്ട് ജിഹാദ് ചെയ്യുന്നത്, ഫഹുവ മുഅ്മിൻ, അവനും വിശ്വാസിയായിരിക്കും. വമൻ ജാഹദഹും ബിഖൽബി, ആരാണോ അവരോട് ഹൃദയം കൊണ്ട് ജിഹാദ് ചെയ്യുന്നത്, ഫഹുവ മുഅ്മിൻ, അവനും വിശ്വാസിയായിരിക്കും. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഹർദലിൻ, അതിനപ്പുറത്തേക്ക് ഈമാനിൻ്റെ ഒരു കടുകമണിയോളം ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ കൃത്യമായി ദീർഘദർശനം നൽകുകയാണ്. എന്നാലോചിച്ച് നോക്കൂ, വരാനിരിക്കുന്നൊരു അപജയം, ഈ അപജയത്തിൻ്റെ കൂടെ കൂടി നമ്മളും ആ സമൂഹത്തിൽ പെടുകയല്ല. ഒഴുക്കിനെതിരെ നീന്താനുള്ള പരിശ്രമമാണ് സദ്വൃത്തരായ ആളുകളോടൊപ്പം ചേരാനുള്ള മാർഗമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ,
തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെയാണ്. വല്ലദീനഹും മുഹ്സിനൂൻ, അവരിലെ സുഹൃതവാന്മാരുടെ ഒപ്പമാണ് അള്ളാഹു ഉണ്ടാവുക. ആ ദൗത്യമെന്ന് പറയുന്നത് തിന്മകൾക്കൊപ്പം നീങ്ങലല്ല, തിന്മകൾക്കെതിരായി കൃത്യമായി തങ്ങളുടെ ഭാഗധേയത്തെ നിർവഹിക്കലാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അക്മലുൽ മുഅ്മിനീൻ ഈമാനൻ, ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണത പ്രാപിക്കുന്നത് അഹ്സനുഹും ഖുൽഖ, അവരുടെ സ്വഭാവം നന്നായി തീരുമ്പോഴാണ്, സൽസ്വഭാവത്തിൻ്റെ ഉടമകളായി തീരുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ തന്നെയും പൂർത്തീകരണം ഉണ്ടാകുന്നത്. ആ നിലയിൽ സ്വഭാവത്തെയും വിശ്വാസത്തെയും അന്യൂനമാക്കിയ ആളുകൾ അവരാരാണോ അവരോടൊപ്പമാണ് എന്നെ നീ ചേർക്കേണ്ടത് എന്നതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അഫ്ദലുൽ ഇസ്ലാം, ഇസ്ലാമിലെ ശ്രേഷ്ഠമായ കാര്യം എന്താണ്? പ്രവാചകനോട് ചോദിക്കപ്പെട്ടു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൻ തുത്ഇമുത് തആം, പാവപ്പെട്ട മനുഷ്യനെ ഭക്ഷിക്കാനില്ലാത്തവന് ഭക്ഷിപ്പിക്കലാണ്. വതഖറഉസ് സലാം, സലാം പറയലാണ്. അലാമൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിനക്ക് പരിചയമുള്ളവർക്കും ഇല്ലാത്ത ആളുകൾക്ക് നീ സലാം ചൊല്ലലും പട്ടിണിയുടെ നാളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഭക്ഷണം നൽകലുമാണ് ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്. ഇതൊരാളുടെ സ്വഭാവത്തിൽ വരുത്തേണ്ടുന്ന കൃത്യമായ മാറ്റമാണ്. ഏതൊരു മനുഷ്യനും നന്മയുണ്ടായി കാണണമെന്നുള്ള ഉത്കടമായ ആഗ്രഹമാണ് അഭിവാദ്യമായി നമ്മിലൂടെ പുറത്തു വരുന്നത്. ആ അർത്ഥത്തിൽ സലാമിനെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനിലെ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളോട് ഇങ്ങോട്ട് ചെല്ലുന്നതിനേക്കാൾ ഭംഗിയായി നിങ്ങൾ സലാം അങ്ങോട്ട് മടക്കണമെന്നുള്ളത്. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് എന്നുകൂടി കയറ്റി പറയാൻ അങ്ങനെ ഒരു ശീലം നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇതൊക്കെയും ആളുകളിൽ നന്മയുണ്ടാകണമെന്നുള്ള, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവരിലും അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നുള്ള കൃത്യമായ ആഗ്രഹമാണ്. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്ക് കൃത്യമായ മാതൃകകൾ ഇല്ലാതെ പോകുന്നു എന്നതാണ്. മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇയാളെപ്പോലെ ആയിക്കൊള്ളൂ എന്ന് പറയാൻ, അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു രൂപമുണ്ടായിരുന്നു, ഒരു വ്യക്തിത്വം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയാൻ, അങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഒരാളില്ലാതെ ആയി പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ കുറ്റിയേറ്റു പോകേണ്ടതല്ല ഈ സച്ചരിതരായ ആളുകളുടെ ശൃംഖല എന്നതാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മളൊക്കെയും അങ്ങനെയുള്ള മാതൃകകളാകണം എന്നത് അള്ളാഹു ആഗ്രഹിക്കുകയാണ്. 25-ാമത്തെ അധ്യായം സൂറ ഫുർഖാനിലെ 74-ാമത്തെ വചനം, ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടേതായ ലക്ഷണങ്ങൾ ഖുർആൻ എണ്ണിപ്പറഞ്ഞതിൽ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത്ത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അവരുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് നീ ഇമാമാക്കണമേ, മാതൃകയാക്കണമേ എന്നുള്ളത് ഓരോ വ്യക്തിയെയും ആ ഒരു തലത്തിലേക്ക് ഇസ്ലാം ഉയർത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ഈ ചെറിയൊരു പ്രാർത്ഥനയിൽ ഇത്രയും വലിയൊരു ആശയ ലോകമുണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ നിലയിൽ ആ പ്രാർത്ഥന വീണ്ടും പ്രാർത്ഥിക്കുകയും ജീവിതത്തിലൊരു ശൈലിയായി, നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ആ പ്രാർത്ഥനകൾ മാറ്റുകയും ചെയ്യുക. അങ്ങനെയുള്ള നല്ല വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലി ജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീക്കും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹാജിമാർ പരിശുദ്ധ മക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുൽഹജ്ജ 8 മുതൽ 13 വരെയാണ് ഹജ്ജിലെ കർമ്മങ്ങളെന്ന് നമുക്കറിയാം. ദുൽഹജ്ജ 8 ബുധനാഴ്ചയാണ്. ഹജ്ജിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ സമൂലമായ മാറ്റമാണ്. അതുകൊണ്ട് ഹജ്ജ് കൃത്യമായി ചെയ്തു വരുന്ന മനുഷ്യൻ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ സംശുദ്ധനായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അറിയിക്കുകയാണ്. എല്ലാ പാപങ്ങളും എല്ലാം പരിഹരിക്കപ്പെട്ട് ഒരു കുഞ്ഞിൻ്റെ മനസ്സപ്രകാരം നിഷ്കളങ്കമാണോ ആ നിഷ്കളങ്കതയോട് കൂടിയ പുതിയൊരു ജീവിതത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഒരു ഹാജി കാലെടുത്ത് വയ്ക്കുന്നത്. അതിൽ വളരെ സവിശേഷമായ ദിവസമാണ് 9-ാമത്തെ ദുൽഹിജ്ജ 9-ാമത്തെ ദിവസം, അറഫ ദിനം എന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയിൽ നിൽക്കുക എന്നത് ഹജ്ജിൻ്റെ റുക്കനുകളിൽപ്പെട്ട ഒരു ഭാഗമാണ്. ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അഫ്ളലുൽ അയ്യാമി യൗമ അറഫ, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫ ദിവസമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹു ഇന്നല്ലാഹ യുബാഹി ബി അഹ്ലി അറഫത്തിൻ മലായിക്കത്തുഹു ഫയഖൂൽ, അള്ളാഹു മലക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അറഫ ദിനത്തിൽ മലക്കുകളോട് അള്ളാഹു പറയുമത്രേ, യാ മലായിക്കത്തി, അല്ലയോ മലക്കുകളെ, ഉൽദുറു ഇലാ ഇബാദി, എൻ്റെ ദാസന്മാരെ നിങ്ങൾ നോക്കുക, കത് അതൗനി ശഅസൻ വബറൻ ലാഹീൻ, അവർ വളരെ ഉത്സാഹത്തോടുകൂടി പൊടി പുരണ്ടവരായി അത്യുത്സാഹത്തോടുകൂടി അവർ വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അഭിമാനിക്കുന്നൊരു ദിവസമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കും. ഇബ്നു ഹിബ്ബാൻ തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ദുൽഹജ്ജ് 9-ന് ഈ അറഫാ ദിനത്തിലാണ് ദീൻ പൂർത്തിയായതായിട്ടുള്ള വഹി വരുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയുന്ന ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറ മാഇദയിലെ 3-ാമത്തെ വചനം. ഈ ആയത്തിനെ സംബന്ധിച്ച് യഹൂദികളായ ആളുകൾ പ്രവാചകൻ്റെ അനുജനോട് പറയാം, ഞങ്ങൾക്കെങ്ങാനുമായിരുന്നു അങ്ങനൊരു വചനം ഇറങ്ങിയിരുന്നത് എങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ പെരുന്നാളാക്കുമായിരുന്നു, ഞങ്ങൾ സന്തോഷം കൊണ്ട് ആ ദിവസത്തെ ഞങ്ങൾ ഒരാഘോഷമാക്കി മാറ്റുമായിരുന്നുവെന്ന്. അത്രയും പ്രാധാന്യമുള്ള ഒരു വചനമായി ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് പോലും തോന്നിയിട്ടുള്ളൊരു വചനമാണ് പറഞ്ഞത്. ആ ദിവസത്തിൽ പരമാവധി നന്മകളുമായി കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അറഫയിലെ നോമ്പ് എന്ന് പറയുന്നത്. ഹജ്ജിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾ ആ ദിവസം നോമ്പ് നോക്കുക എന്നതാണ്. സിയാമു യൗമ അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തില്ലത്തി ഖബ്ലഹു വസനത്തില്ലത്തി ബഅദഹു, അതിനു മുമ്പ് കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും പിന്നാലെ വരുന്ന മറ്റൊരു വർഷത്തെയും പാപങ്ങൾ, ചെറിയ പാപങ്ങൾ അതിലൂടെ അള്ളാഹു പൊറുക്കാൻ അത് മതിയായി തീരുന്നതാണ് എന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യഅതഖില്ലാഹ ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമിൽ അറഫ, അറഫ ദിവസത്തേക്കാൾ അള്ളാഹു നരകത്തിൽ നിന്ന് തൻ്റെ അടിമകളെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവും ഇല്ല